ഹേ ഗൈസ്, ഞാൻ മൈലാഞ്ചി ഇടാൻ എങ്ങനെയാണ് പഠിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം, എന്തിനാണ് പെരുന്നാൾ വരാനായിട്ട്. അപ്പോൾ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരുടെ അടുത്തേക്കാണ് ഞാൻ മെഹന്തി ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ചില സമയത്ത് അവർ വരച്ചു തരും, ചില സമയത്ത് വരച്ചിരില്ല. അപ്പോൾ അന്ന് അവർ എന്ത് വരച്ചെന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വിചാരം അവർക്ക് ഭയങ്കരപ്പെട്ട എന്തോ ആർട്ടിസ്റ്റാണെന്ന്. പിന്നീട് മനസ്സിലായത് ഒരു മണ്ണാങ്കട്ടയല്ല എന്ന്. പിന്നെ അവരുടെ അടുത്ത് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഭയങ്കര ജാടയാണെന്നേ, മെഹന്തി ഇട്ട് തരാറേ ഇല്ല. പിന്നെ കാല് പിടിക്കണം മെഹന്തി ഇട്ട് തരാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു മണ്ണാങ്കട്ടയല്ല എന്ന്. അപ്പോൾ ഞാൻ മെഹന്തി വരച്ച് എങ്ങനെയെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പേപ്പറിൽ പേന കൊണ്ട് ഡിസൈനൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അതായത് ഞാൻ മെഹന്തി ഡിസൈനല്ല, അല്ലാതെ ചുമ്മാ വരച്ചു തുടങ്ങി. എന്നിട്ട് ഞാൻ അതിന് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചുമ്മാ സ്റ്റോറിയും സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെ ഒന്ന് മെഹന്തി ഇട്ട് തരും. ഞാൻ പറഞ്ഞു, എനിക്ക് ABCD അറിയില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് പേപ്പറിൽ വരച്ച് നോക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കി വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിലാലോചിച്ചു, എന്തുകൊണ്ട് നമുക്കിതൊന്ന് വരച്ച് പഠിച്ചുകൂടാ. അങ്ങനെ ഞാനിത് വരയ്ക്കാൻ തുടങ്ങി. കയ്യിലും പേപ്പറിലോട്ടൊക്കെ മെഹന്തി കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു വർക്ക് കിട്ടി. എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പോയി ആദ്യമായിട്ട് ഞാൻ 1500 രൂപയ്ക്ക് ഞാൻ ഒരു വർക്ക് എടുത്തു. അങ്ങനെ അത് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം അത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വരച്ചാണ് അത്യാവശ്യം നല്ല രീതിയിലായത് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞാൻ എൻ്റെ കയ്യിൽ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അത്യാവശ്യം വർക്കൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിന് ഹാർഡ് വർക്ക് ചെയ്യുക, അവസാനം ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.